അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം തൻസീലൽ അസീസിർ റഹീം ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون. وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون. وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. യാസീൻ എന്ന സൂറത്തിന് ഒരു പ്രത്യേകതയുള്ളത്, മരിക്കാൻ കിടക്കുന്ന ഇഖ്റഊ അലാ മൗതാക്കും യാസീൻ, മരണം ഹാജരായവർക്ക് യാസീൻ ഓതിക്കൊടുക്കണം എന്നാണ്. മൗതാക്കും എന്ന് പറഞ്ഞാൽ മരിച്ചവർക്കല്ല, മരിച്ചവിടത്ത് മയ്യത്തിൻ്റെ ജമ്മു മൗത്തുണ്ട്. മൗത്ത എന്ന് പറഞ്ഞാൽ മരണാസന്നർ എന്നാണ്. മയ്യത്തിൻ്റെ ജമ്മു മൗത്തുണ്ട്, പക്ഷെ മരണാസന്നർ എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഖുർആനിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് താക്കീത് നൽകാനുള്ളതാണ് ഖുർആൻ. ഖുർആൻ എന്നത് ജീവിച്ചിരിക്കുന്ന അതിൽ വരുന്നുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് താക്കീത് നൽകാനുള്ള ഖുർആൻ മരിച്ചവർക്ക് വേണ്ടി ഓതാൻ, മരിച്ചവരുടെ മുമ്പിലോ മരിച്ചു കിടക്കുന്ന മയ്യത്തിൻ്റെ മുമ്പിലോ ഓതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ യാതൊരു ചര്യയും ഇല്ല. നബിക്കാണല്ലോ ഈ ഖുർആൻ ഇറങ്ങിയത്. നേരെ മറിച്ച് മരിക്കാനിരിക്കുന്ന ആളുകൾക്ക് ഇത് ചൊല്ലിക്കൊടുക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. കലിമത്തു ഷഹാദത്ത് ആർക്ക്? മരിക്കാനിരിക്കുന്ന ആളുകൾക്ക്, മരിച്ചവർക്കല്ല അത് ചൊല്ലിക്കൊടുക്കേണ്ടത്. അതാണിപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതാണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കൽ ആർക്കാ? മരണം ആസന്നമായിരിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ എന്ത് കാരണം എന്ന് വെച്ചാൽ ഇതിൽ പരലോകത്തിനെ പറ്റിയുള്ള വളരെ കൃത്യമായ വിവരണങ്ങളും ബോധ്യപ്പെടുത്തലും ഇതിലുണ്ട് എന്നതുകൊണ്ടാണ്. പിന്നെ യാസീൻ അതിൽ എല്ലാ വിഷയങ്ങളും അടങ്ങിയ ഒരു സൂറത്താണ്. ഉപമകളുണ്ട്, ചരിത്രമുണ്ട്, അതുപോലെ ആഖിറത്തിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളായിട്ട് രാത്രി പകൽ സൂര്യൻ ചന്ദ്രൻ അതൊക്കെയുള്ള അള്ളാഹുവിൻ്റെ ആയാത്തുകളുണ്ട്. അപ്പോൾ ഖുർആനിലെ മറ്റ് എല്ലാ വിഷയങ്ങളും സമഗ്രമായി സമ്മേളിച്ചിട്ടുള്ള ഒരു സൂറത്തു കൂടിയാണ് യാസീൻ എന്നത്. കൽബുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഹൃദയമാണ് എന്ന്
പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിലാണല്ലോ മനുഷ്യൻ്റെ എല്ലാ ഘടനകളും ചിന്തകളും ഇതുകളൊക്കെ നിൽക്കുന്നത്. ആ ഹദീസിന് അത്ര വലിയ പ്രാമാണികത ഇല്ല എന്നേ ഉള്ളൂ. കൽബുൽ ഖുർആൻ, യാസീൻ കൽബുൽ ഖുർആൻ എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. അത്ര പ്രാമാണികമായ ഹദീസല്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഏതായിരുന്നാലും ഒരുപക്ഷെ ഹദീസ് പോലെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള കാരണം ഖുർആനിൻ്റെ കൽബാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം അവയവം എന്നതിനാലായിരിക്കണം. ഏതായിരുന്നാലും യാസീനിന് അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളൂ. പിന്നെ ഖുർആനിനെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല ഈ ഖുർആനിൻ്റെ സത്യാവസ്ഥ സത്യം ചെയ്ത് പറയുന്നത്. കാരണം ഈ ഖുർആൻ ഓതി അത് മനസ്സിലാക്കിയാൽ തന്നെ അറിയാം ഖുർആൻ സത്യമാണെന്ന്, അള്ളാഹുവിൻ്റെ വചനമാണ് എന്ന്. യാസീൻ എന്ന് പറഞ്ഞാൽ അലിഫിലാം മീം, അലിഫിലാം റാ എന്ന് തുടങ്ങി കേവല അക്ഷരങ്ങളാണ്. അതിന് പ്രത്യേകമായ അർത്ഥങ്ങളൊന്നുമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ് യാസീൻ എന്നൊക്കെ ചില അഭിപ്രായങ്ങൾ കാണാം. എന്നാൽ നബിൻ്റെ പേര് പിടിച്ച് അള്ളാഹു തആല ഏതായിരുന്നാലും സത്യം ചെയ്യൂല എന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹു മനുഷ്യനെ കൊണ്ട് സത്യം ചെയ്യൂല. മനുഷ്യനെ പിടിച്ച് നമുക്കാർക്കും സത്യം ചെയ്യാനൊട്ട് പാടുമില്ല. വാപ്പയാണ് സത്യം, ഉമ്മയാണ് സത്യം, അല്ലെങ്കിൽ ഇന്ന മഹാനാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. മൻ ഹലഫ ബി ഗൈരില്ലാഹി ഫഖദ് അശ്റക. അള്ളാഹു അല്ലാത്തവരെ പിടിച്ച് ആരെങ്കിലും സത്യം ചെയ്താൽ അവൻ അള്ളാഹുവിൽ പങ്കുചേർത്തു എന്നാണ് പറയുന്നത്. എന്നാൽ ഖുർആനിൽ അള്ളാഹു അവൻ്റെ സൃഷ്ടികളെ വെച്ചുകൊണ്ട് സത്യം ചെയ്തിട്ടുണ്ട്. ഒത്തീൻ, ഒസൈത്തൂൻ, ഒത്തൂരി സീനീൻ. ആ സത്യം എന്തിനാണെന്ന് ചോദിച്ചാൽ മനുഷ്യരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരാശയം കണിശമായി പറഞ്ഞു എന്നേ ആ സത്യത്തിന് അർത്ഥമുള്ളൂ. മനുഷ്യരുടെ സത്യം എന്ന് പറയുന്നത് അതൊരു സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള സത്യമാണ്. അത് അള്ളാഹുവിനെ പറ്റി മാത്രമേ ആ സത്യം പറയാൻ പാടുള്ളൂ, അല്ലാതെ ഒരാളെ പറ്റിയും സത്യം പറയാൻ പാടില്ല. യാസീൻ എന്നത് നബിയുടെ പേരാണ് എന്നതിൽ തർക്കവുമുണ്ട്. നബിയുടെ പേരിൻ്റെ കൂട്ടത്തിൽ യാസീൻ ഉണ്ട് എന്നതും പ്രബലമായി തെളിയിക്കപ്പെട്ടതല്ല. കിതാബുകളിൽ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മാത്രം. അതുകൊണ്ടാണ് മുഫസ്സിറുകൾ അല്ലാഹു അഅലം ബി മുറാദിഹി എന്ന് എല്ലാ അക്ഷരങ്ങൾക്കും പറഞ്ഞ പോലെ തന്നെ മുഫസ്സിറുകൾ യാസീനിനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇനി വൽ ഖുർആനിൽ ഹക്കീം, തത്വങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ അറിവുകൾ നിറഞ്ഞിട്ടുള്ള ഈ ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും താങ്കൾ മുർസലീങ്ങളിൽ പെട്ട ആൾ തന്നെയാണ്. ഖുർആനാണ് സത്യം എന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ള ആശയങ്ങൾ നോക്കിയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അക്ഷരജ്ഞാനമില്ലാതെ 40 കൊല്ലം വളർന്ന ഒരു മനുഷ്യന് ഖുർആനിലുള്ള ഇത്രയും നല്ല ഉപദേശങ്ങളും കാര്യങ്ങളും പ്രവചനങ്ങളും അള്ളാഹുവിൻ്റെ മഖ്ലൂക്കുകളെ, സൃഷ്ടികളെ പറ്റിയുള്ള അത്ഭുതങ്ങളുമൊന്നും മുഹമ്മദ് നബിക്ക് പറയാൻ സാധ്യമല്ല. യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബി മിനൽ ബഅസി ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ ഗൈരി മുഖല്ലഖത്തിൻ ലിനുബയ്യിന ലക്കും വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ എന്ന് പറഞ്ഞ് സുമ്മ നുഖ്രിജുക്കും തിഫ്ലൻ സുമ്മ ലിതബ്ലുഗു അശുദ്ധക്കും. അതായത് മനുഷ്യരെ, നിങ്ങൾക്ക് പുനർജന്മത്തെപ്പറ്റി സംശയമുണ്ടെങ്കിൽ മണ്ണിൽ നിന്നുണ്ടായ ബീജത്തിൽ നിന്നും ബീജം രക്തപിണ്ഡമായും മാംസപിണ്ഡമായും പരിവർത്തിപ്പിച്ചുണ്ടായി അങ്ങനെ നിങ്ങൾ കുട്ടിയായി വളർന്ന് കണ്ണും കാതും വെച്ച് ആ മനുഷ്യൻ വളർന്നു വലുതായാൽ വീണ്ടും കുട്ടിത്വത്തിലേക്കും ദൗർബല്യത്തിലേക്കും തിരിച്ചു പോകുന്നുണ്ടല്ലോ. അത് അള്ളാഹു പുനർജന്മത്തിൻ്റെ തെളിവായിട്ട് സൂറത്തു ഹജ്ജിൽ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മണ്ണിൽ നിന്നാണ് മനുഷ്യനെന്നും ആ മണ്ണിൽ നിന്നുണ്ടായ ബീജമാണെന്നും അത് രക്തപിണ്ഡമാണ്, ഒരു രക്തത്തുള്ളിയാണ് എന്നും
പിന്നെ അതൊരു മാംസപിണ്ഡമായി മാറുന്നു എന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റക്ക് പറയുന്ന കാര്യമല്ല, അത് ഖുർആനിലുണ്ട് താനും. അപ്പോൾ പിന്നെ ഈ ഖുർആന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി അറിയിച്ചു കൊടുത്തതും അള്ളാഹു അറിയിച്ചു കൊടുത്ത ദൂതൻ തന്നെയാണ് നബി എന്നതിൻ്റെ തെളിവാണ്. ഖുർആനിലുള്ള സൂറത്തുർ റൂം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് മണ്ണടിഞ്ഞ് ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഉറപ്പായ ആ രാജ്യം, ഷാം, പലസ്തീനും ഇസ്രായേലും ഒക്കെ അടങ്ങുന്ന ആ രാജ്യത്തെ സാസാനികൾ എന്ന് പറയുന്ന പേർഷ്യക്കാർ തകർത്തി നശിപ്പിച്ചു, ആളുകളെ കൊന്ന്. എന്നിട്ട് അവിടെയുള്ള നാഗരികതകൾ, അവരുടെ കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് നിരപ്പാക്കി. ആര്? ഈ സാസാനികൾ, അതായത് ഈ പേർഷ്യക്കാർ. ഈ നിരപ്പാക്കിയ സ്ഥലം ഇന്ന് സൗദി അറേബ്യയിൽപ്പെട്ട പല സ്ഥലത്തും അവർ ഭരണത്തിൽ വന്നിരുന്നു. നജ്റാൻ വരെ അവർ ഭരണത്തിലുണ്ടായിരുന്നു. മദീനായുടെ അടുത്ത് വരെ റോമക്കാർ ഭരണത്തിലുണ്ടായിരുന്നു. ആ റോമക്കാരെയാണ് പേർഷ്യക്കാർ നശിപ്പിച്ചത്. നമ്മൾ ആ റൂമിൽ, സൂറത്ത് റൂമിൽ അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ റോമക്കാരാണെങ്കിൽ പ്രവാചകന്മാരുടെ അനുയായികളും തൗറാത്തിൻ്റെ ഇഞ്ചീലിൻ്റെ അനുയായികളുമാണ്, വേദഗ്രന്ഥത്തിൻ്റെ ആളുകളാണ്. സ്വാഭാവികമായും മക്കയിലെ മുസ്ലിമീങ്ങൾക്ക് വേദവും അള്ളാഹുവിൻ്റെ കിതാബും അതുപോലെ പ്രവാചകനും അവരിൽ അംഗീകരിക്കുന്ന റോമക്കാരോടാണ് മുശ്രിക്കീങ്ങൾക്കുള്ള ചായ്വ്, അവരുടെ ബന്ധം അവരോടാണ്, റോമക്കാരോടാണ്. കാരണം മക്കക്കാർ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഷാമിലേക്ക് കച്ചവടാവശ്യാർത്ഥം ഹിജ്റ പോകുന്നവരാണ്. ഷാമിലുള്ളവർ കൃത്യമായും മതവിശ്വാസികളാണ്. അന്നത്തെ മതം അതാണ്. മുഹമ്മദ് നബി വരേണ്ടതിന് മുമ്പുള്ള മതം നസ്രാനിയത്താണല്ലോ. ആ നസ്രാനിയത്തിൽ വിശ്വസിച്ചവരാണവർ. അവർക്ക് വേദമുണ്ട്, പ്രവാചകനുണ്ട്, പള്ളിയുണ്ട്, ഇബാദത്തുണ്ട്, ദിക്റുകളും തസ്ബീഹുകളും ഉണ്ട്. അപ്പോൾ മുസ്ലിമീങ്ങൾക്ക് അവരോടാണ് ആനുകൂല്യം. എന്നാൽ പേർഷ്യക്കാർ എന്ന് പറയുന്ന സാസാനികൾ ബിംബാരാധകരാണ്, മജൂസികളാണ്. അവർ അധിക പേരും തീയിനെ ആരാധിക്കുന്നവരും അതുപോലെ തീയുടെ പ്രതീകങ്ങളായിട്ടുള്ള കല്ലുകളും കൊത്തുപണികളെയും ആരാധിക്കുന്നവരായിരുന്നു മജൂസികൾ. അപ്പം മുശ്രിക്കീങ്ങൾക്ക്, മക്കാ മുശ്രിക്കീങ്ങൾക്ക് മജൂസികളായ പേർഷ്യക്കാരോടാണ് നല്ല ബന്ധം. മക്കയിലെ മുസ്ലിമീങ്ങൾക്ക്, ഹിജ്റക്ക് മുമ്പുള്ള സംഭവമാണ്, മുസ്ലിമീങ്ങൾക്ക് ഷാമിലൊക്കെ ഉണ്ടായിരുന്ന, പലസ്തീനിലും ഷാമിലും ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളോടാണ് നല്ല ബന്ധം. ഈ പേർഷ്യക്കാരും ക്രിസ്ത്യാനികളും തമ്മിൽ 700 കൊല്ലം നിരന്തരമായ യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. 700 കൊല്ലം നീണ്ടു നിൽക്കുന്ന യുദ്ധം ഉണ്ടായിട്ടുണ്ട്. 1000-ലധികം യുദ്ധങ്ങൾ 700 കൊല്ലത്തിൻ്റെ ഇടയിൽ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അനേകം ആളുകൾ മരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തുണ്ടായ വലിയൊരു യുദ്ധത്തിൽ റോമക്കാർ തോറ്റു എന്ന് മാത്രമല്ല, ഇന്ന് സൗദി അറേബ്യ അതിർത്തിയിലേക്ക് കടന്നു വരുന്ന അത്രയും വിശാലമായ സ്ഥലത്ത് പേർഷ്യക്കാർ കീഴടക്കുകയും റോമക്കാരെ കൊന്ന് നശിപ്പിച്ച് കുഴിച്ചു മൂടുകയും ചെയ്തു. ഇനിയൊരു നൂറ്റാണ്ടിന് അവർ തിരിച്ചു വരൂല എന്ന ആ ഒരു ശക്തിയോടുകൂടിയാണ് അവർ കുഴിച്ചു മൂടപ്പെട്ടത്. ഷാമിൽ ഉള്ള, പലസ്തീനിൽ, സൗദി അറേബ്യയിലെ നജ്റാൻ തുടങ്ങിയിട്ട് മദീനായുടെ ഏകദേശം 400 കിലോമീറ്റർ അപ്പുറം വരെ റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. പിന്നീടാണ് രാഷ്ട്രമൊക്കെ മാറിയത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് റോമക്കാരിനി തിരിച്ചു വരൂല, അവർ നശിച്ചുപോയി, അതുകൊണ്ട് മതവിശ്വാസികളൊക്കെ നശിക്കും, ബിംബാരാധകർ രക്ഷപ്പെടും, അവരതിജീവിക്കും എന്ന് മക്കക്കാർ പറഞ്ഞപ്പോഴാണ് അള്ളാഹു ആയത്തിറക്കുന്നത്. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫി അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. ഇപ്പം റോമക്കാർ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. അദ്നൽ അർളി എന്ന് പറഞ്ഞാൽ മക്ക രാജ്യത്തിൻ്റെ അടുത്തുള്ള പ്രദേശത്ത് റോമക്കാർ തോറ്റുപോയി എന്നുള്ളത് ശരി തന്നെയാണ്. വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂന ഫീ ബിദ്ഇ സിനീൻ. ഏതാനും കൊല്ലങ്ങൾക്കിടയിൽ അവർ വിജയിച്ച് തിരിച്ചു വരും എന്ന് അള്ളാഹു തആല ആയത്തിറക്കി. കാരണം മുസ്ലിമീങ്ങൾക്ക് വലിയ ദുഃഖമായി, റോമക്കാരായ മതവിശ്വാസികൾ പരാജയപ്പെട്ടതുകൊണ്ട്. മുശ്രിക്കീങ്ങൾക്ക് വലിയ സന്തോഷമായി, ബിംബാരാധകർ ജയിച്ചതുകൊണ്ട്, ഞങ്ങൾക്കാണ് ഇനി ആധിപത്യം എന്നതുകൊണ്ട്. അപ്പോൾ ആ ദുഃഖത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ കരകയറ്റാൻ അള്ളാഹു ഇറക്കിയതാണ്. റോമക്കാർ തോറ്റു, അത് ശരി തന്നെ. പക്ഷേ അവർ ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് തിരിച്ചു വരും.
ആ ഏതാനും എന്ന് പറയുന്നത് 10-ൽ താഴെ കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. ബിള എന്ന് പറഞ്ഞാൽ 10-ൽ താഴെയുള്ള ഒരു എണ്ണത്തിനാണ്. അത് 3, 4, 5, 6, 7, 8, 9 ഒക്കെ ആവാം. തിരിച്ചു വരുന്നു. ഇത് മുസ്ലിമീങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രവചനമാണ് ഖുർആനിൽ പറഞ്ഞത്. പക്ഷേ മുസ്ലിമീങ്ങൾ വിശ്വസിക്കല്ലാതെ നിർവാഹമില്ല. ഖുർആൻ പറഞ്ഞല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിറങ്ങിയപ്പോൾ കഅബയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഈ ആയത്ത് ഓതിക്കൊണ്ട് പറഞ്ഞു, ഏതാനും കൊല്ലത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ തിരിച്ചു വരും, മതവിശ്വാസികൾ തിരിച്ചു വരും, നിങ്ങളെ സന്തോഷിക്കൊന്നും വേണ്ടെന്ന്. അപ്പോൾ ഖുറൈശികൾ അയാളെ പരിഹസിച്ചു. ഉമയ്യത്ത് ബിൻ ഖലഫ് വന്നിട്ട് വാതു വെക്കാനുണ്ടോ, വെറ്റ് വെക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വെറ്റ് വെക്കാണ്ട്, അള്ള പറഞ്ഞതാണ്, വരും, വെറ്റ് വെക്കാണ്ട്. എന്നാൽ എത്ര കൊല്ലത്തിൻ്റെ അടുക്ക് തിരിച്ചു വരും? അപ്പോൾ മൂപ്പരിങ്ങനെ ആലോചിച്ചിട്ട് 9-10 കൊല്ലാണ് അങ്ങേ അറ്റം, ഇപ്പുറത്ത് 3 കൊല്ലം, നടുക്ക് പിടിച്ചിട്ട് പറഞ്ഞു 7 കൊല്ലത്തിൻ്റെ അടിയിൽ തിരിച്ചു വരും, 6 കൊല്ലത്തിൻ്റെ അടിയിൽ തിരിച്ചു വരും. 5 ഒട്ടകത്തിനാണ് വെറ്റ്. അന്ന് ഇസ്ലാമിൽ വെറ്റ് വെക്കാനുള്ള പാടില്ല എന്ന ശരീഅത്ത് നിയമം വന്നിട്ടില്ല, ഇറങ്ങിയിട്ടില്ല, ആയത്തിറങ്ങിയിട്ടില്ല. അല്ല, ആയത്തല്ല, അതിൻ്റെ കൽപ്പന വന്നിട്ടില്ല. വാതു വെക്കാൻ പാടില്ല, നബി വിരോധിച്ചിരുന്നു പിന്നീട് വാതു വെക്കൽ. പക്ഷേ ഉമയ്യത്ത് ബിൻ ഖലഫേറ്റ് വാതു വെച്ചു. അവസാനം 6 കൊല്ലം കഴിഞ്ഞപ്പോഴും റോമക്കാർ തിരിച്ചു വരുന്നില്ല. അപ്പോൾ ഇവർ വന്നു, കാശോടെയെന്ന് വെച്ച്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒട്ടകം തിരിച്ചു കൊടുത്തു. വാതു വെച്ചിട്ട് തോറ്റില്ലേ, തിരിച്ചു കൊടുത്തു. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പം ഞാനൊരു 6 കൊല്ലം, നബി അബൂബക്കർ റളിയല്ലാഹു അൻഹു ആക്ഷേപിച്ചിരുന്നു എന്നാ, എന്തിനെ 6 കൊല്ലം പറഞ്ഞു, ബിളയെന്നല്ലേ, 10 കൊല്ലം വരെ പറഞ്ഞുകൂടായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെയാണ്ട് പറഞ്ഞതായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്ക് പറഞ്ഞതാണ്, ഒരഭിപ്രായത്തിന്. എന്നിട്ട് പിന്നീട് തിരിച്ചു വന്നു. പിന്നെ ഒരു 3 കൊല്ലം കഴിയേണ്ടതിൻ്റെ ഇടയ്ക്ക് തന്നെ അവർ തിരിച്ചു വന്നു. റോമക്കാർ വിജയിച്ചു. ആ ചാരമായി കിടന്നിരുന്ന ആ നാഗരികാവസ്ഥയിൽ നിന്ന് അവർ വലിയ തീക്കായി ആളിക്കത്തി പേർഷ്യക്കാരെ മുഴുവനും പരാജയപ്പെടുത്തി എന്ന് മാത്രമല്ല, സാസാനികളുടെ നാട്ടിലേക്ക്, പേർഷ്യൻ രാജ്യത്തേക്ക് അവർ കടന്നു കയറി അവരെ ആട്ടി ഓടിച്ചു എന്നാണ് ചരിത്രം. ഇത്ര വലിയ ഒരു പ്രവചനം ഖുർആൻ പറഞ്ഞത് മുഹമ്മദ് നബിക്ക് ചിന്തിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. സ്വന്തം ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. പിന്നെ മുഹമ്മദ് നബി എങ്ങനെയാണ് പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിച്ചിട്ടാണ്. അതാണ് വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ. ഖുർആൻ, ഈ തത്വങ്ങൾ നിറഞ്ഞ ഈ ഖുർആൻ തന്നെയാണ് സത്യം. നിങ്ങൾ മുർസലാണ്, അള്ളാഹ് അയച്ച ആളാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ പറയാൻ കഴിയുന്നത്. അപ്പോൾ ഓരോ കാര്യത്തിലും ഖുർആനിൻ്റെ നിയമങ്ങളും കൽപ്പനകളും തെളിവാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റക്ക് പറയുന്നതല്ല, അത് അള്ളാഹുവിങ്കൽ നിന്ന് കിട്ടുന്നതാണ്. അതാ വൽ ഖുർആൻ, വാവ് സത്യത്തിൻ്റെ വാവാണ്. വൽ ഖുർആനിൽ ഹക്കീം, ഈ ഹിക്മത്ത് നിറഞ്ഞ തത്വങ്ങൾ നിറഞ്ഞ ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ, താങ്കൾ മുർസലീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. തൻ അലാ സിറാത്തി മുസ്തഖീം, നിങ്ങൾ നേരായ മാർഗത്തിലും ആണ്. അള്ളാഹുവിനെ നബിക്കാണ്ട് സമാധാനം നൽകുകയാണ്, നിങ്ങൾ നേർമാർഗത്തിലാണ്. തൻസീലൽ അസീസിർ റഹീം, എല്ലാത്തിനെയും അതിജയിക്കുന്ന പ്രതാപിയായ, അസീസ് എന്ന് പറഞ്ഞാൽ പ്രതാപി, എല്ലാവരെക്കാളും മുകളിൽ അതിജയിച്ചു നിൽക്കുന്ന പ്രതാപിയായ കരുണാനിധിയായ അള്ളാഹുവിങ്കൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് ഖുർആൻ. കാരണം അള്ളാഹുവിങ്കൽ നിന്നല്ല, വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അള്ളാഹു അല്ലാത്ത മറ്റൊരാളാണ് ഖുർആൻ കൊണ്ടുവന്നിരുന്നതെങ്കിൽ അതിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമായിരുന്നു. അത്രയും കൃത്യമായി 23 കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരു 1/4 നൂറ്റാണ്ടോളം മുമ്പ് പറഞ്ഞതിന് എതിരല്ല അവസാന കാലത്ത്, ആദ്യം പറഞ്ഞതിനെതിരല്ല അവസാനം പറഞ്ഞത്. ഒരു നിയമവും പരസ്പരം വിരുദ്ധമല്ലാത്ത നിയമങ്ങളാണ്, അത് അള്ളാഹു ഇറക്കിയത് തന്നെയാണ്. എന്തിന്? ലിതുന്ദിറ, താക്കീര് നൽകാൻ വേണ്ടിയാണ് ഈ ഖുർആൻ ഇറക്കിയത്. ഖൗമൻ, ഒരു ജനതയെ, മാ ഉന്ദിറ ആബാഉഹും, അവരുടെ പിതാക്കന്മാർക്ക് താക്കീത് ലഭിക്കപ്പെട്ടിട്ടില്ല എന്ന്, പ്രവാചകന്മാർ വന്നിട്ടില്ല എന്നർത്ഥം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളും അവരുടെ വാപ്പാമാർക്കും നേരിട്ടൊരു പ്രവാചകൻ വന്നിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാമും ആണ് തൊട്ട് മുമ്പ് വന്ന പ്രവാചകൻ. അദ്ദേഹം മുഹമ്മദ് നബിയായിട്ട് നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട്.
പക്ഷേ അവർക്ക് താക്കീതുകാരനായ ഒരു പ്രവാചകന് വന്നിട്ടില്ല. എന്നാലോ അവർക്കിടയിൽ ഈസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചു കൊടുത്ത നല്ല ദീനുണ്ടായിരുന്നു. ദീനീ വിശ്വാസവും ഏകദൈവ തൗഹീദും ശരിയായ മനുഷ്യൻ നന്നായി തീരേണ്ട മാർഗങ്ങളും ഉപദേശ നിർദ്ദേശങ്ങളും ഈസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചു കൊടുത്തത് ആ സമൂഹത്തിൽ ബാക്കി നിന്നിരുന്നു. പക്ഷേ അതവർ അനുസരിച്ചില്ല എന്ന് മാത്രമാണ് സംഭവിച്ചത്. ഇപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീ കിട്ടിയപ്പോൾ ഇറാമലയിൽ നിന്ന് ഓടി വന്ന് എന്നെ പുതപ്പിട്ട് മൂടിക്കൊള്ളുക എന്ന് പറഞ്ഞ് പേടിച്ച് പുതപ്പിൻ്റെ ഉള്ളിൽ പേടിച്ച് വിറച്ച് കിടന്ന്, എന്നിട്ട് ഖദീജ ബീവി പുതപ്പിട്ട് കൊടുത്തു. അതിൻ്റെ ഉള്ളിൽ പേടിയൊക്കെ മാറിയപ്പോൾ ഖദീജ ബീവി മുഹമ്മദ് നബിയെയും കൊണ്ട് പോയത് വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുക്കലേക്കാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ വന്ന അതേ ദൂതൻ ജിബ്രീൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ പ്രവാചകനായി മാറുന്നു. ഈ നാട്ടുകാർ നിങ്ങളെ ആശയം, നിങ്ങൾ പഠിപ്പിക്കുന്ന സന്ദേശം സ്വീകരിക്കുകയില്ല. നിങ്ങളിവിടുന്ന് പുറത്തു പോകേണ്ടി വരും. അന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ ഈ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുമ്പോൾ ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ, നിങ്ങളെ ആശയം സ്വീകരിച്ചുകൊണ്ട്. അപ്പോൾ അത് പറയാൻ വറഖത്ത് ബിൻ നൗഫലിന് കിട്ടിയ അറിവ് മുൻകഴിഞ്ഞ വേദങ്ങളിൽ നിന്നുള്ളതാണ്. സെയ്ദ് ബിൻ നുഫൈൽ, വറഖത്ത് ബിൻ നൗഫൽ പോലെയുള്ള ആളുകൾ അവിടെ വിശ്വാസികളായ ആളുകൾ ഉണ്ടായിരുന്നു. ഏത് വിശ്വാസം? മുൻകഴിഞ്ഞ നബിമാരിൽ വിശ്വസിച്ച ആളുകൾ. മുഹമ്മദ് നബി ആയിട്ടില്ലല്ലോ. മുൻകഴിഞ്ഞ നബിമാരിൽ വിശ്വസിച്ച ദീൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ബാപ്പാമാർക്ക് ഈസാ നബി കഴിഞ്ഞിട്ട് വേറൊരു പ്രവാചകൻ വന്നിട്ടില്ല. മാ ഉന്തിറ ആബാഉഹും, അവരുടെ പിതാക്കന്മാർക്ക് താക്കീര് നൽകപ്പെട്ടിട്ടില്ലാത്ത അങ്ങനെയുള്ള ഒരു സമൂഹത്തെ താക്കീര് നൽകാനാണ് താങ്കൾ നിയോഗിക്കപ്പെട്ടത്. ഫഹും ഗാഫിലൂൻ, അതുകൊണ്ട് അവർ അശ്രദ്ധരാണ്. ഒരു പ്രവാചകൻ നേരെ വന്ന് താക്കീര് നൽകാത്തത് കൊണ്ട് അവർ അശ്രദ്ധയിലായിരുന്നു. അവർക്ക് മുമ്പുള്ള ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടെന്നും ആ പ്രവാചകൻ്റെ നിയമോപദേശങ്ങൾ അവർക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെന്നും അവർ ശ്രദ്ധിച്ചില്ല. മദീനയിൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ സന്ദേശം അറിയുന്ന അഹ്ബാറുകളും റുഹ്ബാനുകളും ധാരാളം ഉണ്ടായിരുന്നു. നല്ല പണ്ഡിതന്മാരുണ്ടായിരുന്നു. മക്ക ഖുറൈശികളുടെ അടുത്ത ബന്ധുക്കളാണ് മദീനയിലെ ബനു നജ്ജാർ ഗോത്രക്കാർ. അതുപോലെ മദീനക്കാരായ ബനു ഖുറൈലും ബനു ഖൈനുഖയും അവരൊക്കെ മതവിശ്വാസികളാണ്. പക്ഷേ അതൊക്കെയാണ് ദീന് എന്ന കാര്യത്തിൽ ഇവർ ശ്രദ്ധ കൊടുത്തില്ല. ഇവർ ജാഹിലിയ കാലത്തെ തോന്നിവാസികളായ ജീവിതം നയിച്ചു. ഒരുപാട് മനുഷ്യന്മാരങ്ങനെ ഉണ്ടായിരുന്നു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആ മക്കയിലെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഒരിക്കലും തോന്നിവാസം ചെയ്തിട്ടില്ല ചെറുപ്പകാലത്ത്. എന്തോ ചില നല്ല കാര്യങ്ങളും നല്ല ബോധങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു എന്നർത്ഥം. എല്ലാവരും കള്ളുടിയന്മാരും വ്യഭിചാരികളും തോന്നിയവാസികളുമല്ല. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഖുറൈശികളുടെ തോന്നിവാസങ്ങളിലേക്ക് പോകാറില്ല. അതുപോലെ അവരുടെ മദ്യഷാപ്പുകളിലേക്ക് പോകാറില്ല. കഅബത്തിൻ്റെ അടുത്ത് ചെന്ന് നല്ല കാര്യങ്ങൾ കേട്ട് ജീവിക്കുന്ന കുട്ടിയായിരുന്നു മുസ്അബ്. അങ്ങനെ ഒറ്റപ്പെട്ട ആളുകളുണ്ടായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കലെങ്കിലും മദ്യപിച്ചിട്ടില്ല. ജാഹിലിയ കാലത്ത് മദ്യം അവർക്ക് ഹലാലായിരുന്നു. മദ്യം അവരുടെ നിത്യജീവിതത്തിലൊരു കാര്യമാണ്. പക്ഷേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കലെങ്കിലും മദ്യപിച്ചിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലെങ്കിലും മദ്യപിച്ചിട്ടില്ല. എന്താ കാരണം? നല്ല സ്വഭാവങ്ങളും ദീനും അവർക്കിടയിൽ. വറഖത്ത് ബിൻ നൗഫൽ ശരിക്കും വിശ്വാസി തന്നെയായിരുന്നു പഴയകാല നബിമാരിൽ. അപ്പോൾ അവർക്ക് വിശ്വാസവും അഖീദയും അഖ്ലാഖും ദീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതാരും ശ്രദ്ധിച്ചില്ല. മുസ്അബ് ഇബ്നു ഉമൈറിൻ്റെ നല്ല ജീവിതം ആരും ശ്രദ്ധിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നല്ല ജീവിതം എല്ലാവരും ശ്രദ്ധിച്ചില്ല. ഫഹും ഗാഫിലൂൻ, അവർ അശ്രദ്ധരായിരുന്നു. അപ്പോൾ അശ്രദ്ധരായി ജീവിക്കുന്ന പിതാക്കന്മാർക്ക് നേർക്കുനേരെ പ്രവാചകന്മാർ വരാത്തത് കൊണ്ട് അശ്രദ്ധരായി ജീവിച്ച ആ സമൂഹത്തിലേക്ക് പ്രവാചകനായി നിങ്ങളെ താക്കീതുകാരനായി നിയോഗിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ ഖുർആൻ ഇറക്കി തന്നത്. എന്നിട്ട് പറയാണ് അവരുടെ അശ്രദ്ധയുടെ ഊക്ക് എന്താണ്? ഇന്നാ ജഅൽനാ ഫീ ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം. ലഖദ് ഹഖ, സാക്ഷാത്കരിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അൽ ഖൗലു, അള്ളാഹുവിൻ്റെ വചനം. ഖൗല് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വചനം. ഖാല, പറഞ്ഞു,
കുൽ നീ പറയ്, കൗല് വാക്ക്, അള്ളാഹുവിൻ്റെ വാക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ വചനം, അതായത് ശിക്ഷിക്കും എന്ന വചനം സാക്ഷാത്കരിച്ചു അല അക്സരിഹിം അവരിൽ അധിക പേർക്കും. കാരണം നല്ല നിലക്ക് ശ്രദ്ധയോടെ ജീവിച്ചില്ല, തോന്നിവാസികളായിട്ടാണ് ജീവിച്ചത്. അതുകൊണ്ട് ശിക്ഷയുണ്ട്, തോന്നിവാസികൾക്ക് ശിക്ഷയുണ്ടെന്ന അള്ളാഹുവിൻ്റെ കൗല്, അള്ളാഹുവിൻ്റെ ആ വചനം ഹക്ക, അത് സത്യമായി സാക്ഷാത്കരിച്ചിട്ടുണ്ട് അല അക്സരിഹിം അവരിൽ അധിക പേർക്കും. അപ്പോൾ അധിക പേർക്കും അള്ളാഹുവിൻ്റെ ആ ശിക്ഷയുടെ കൽപ്പന സാക്ഷാത്കരിച്ചു. എന്നാൽ കുറച്ചു പേർക്കൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയില്ലാത്ത നല്ല നിലക്ക് ജീവിച്ചിരുന്ന ആളുകളും ഉണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ട് മനസ്സിലാവുന്നത്. ഫഹും ലാ യുമിനൂൻ, ആ വിശ്വസിക്കാത്ത ആളുകൾ, അക്സർ, ആ ഭൂരിപക്ഷവും ലാ യുമിനൂൻ അവർ വിശ്വസിക്കുകയില്ല. കാരണം അത് കുറേ കാലങ്ങളായി തോന്നിവാസത്തിൽ ജീവിച്ചതുകൊണ്ട് അവർക്കിനി വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. നമ്മൾ കഴിഞ്ഞ ഇതിൽ സൂറത്ത് ഫാത്തിറിൻ്റെ അവസാനത്തെ ആയത്തിലുണ്ട്, ഫഖദ് ലല്ല ലലാലൻ ബഈദ എന്ന് ഒരായത്തുണ്ട്, ലലാലും ബഈദ്. അതായത് വളരെ വിദൂരമായ വഴികേടിലേക്കാണ് അവർ പോയിട്ടുള്ളത് എന്ന്. ഏതോ ഒരുപാട് സ്ഥലത്തുണ്ട് വിദൂരമായ വഴികേട്. ഇപ്പം നമ്മൾ വഴി തെറ്റിപ്പോയി, കുറച്ചൊക്കെ ആണ്ട് തെറ്റിയിട്ടുള്ളൂവെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ കഴിയും. പക്ഷേ ഒരുപാട് ദൂരത്തേക്ക് വഴി തെറ്റിപ്പോയാൽ പിന്നെ തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ അവർ പേച്ചുപോയി. അതാണ്. അപ്പോൾ അക്സറും മക്കയിലുണ്ടായിരുന്ന പ്രവാചകൻ്റെ സംബോധിതരായ അക്സറുകളും അധിക ആളുകളുടെയും മേൽ അള്ളാഹുവിൻ്റെ ശിക്ഷ സാക്ഷാത്കരിച്ചു. ശിക്ഷയുടെ വാക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു ശിക്ഷിക്കും എന്ന വാക്ക് സത്യമായി പുലർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പുലരാൻ പോവുകയാണ്, പരലോകത്ത് വരും എന്നർത്ഥം. ഫഹും ലാ യുമിനൂൻ, അതുകൊണ്ട് അവർ വിശ്വസിക്കുകയില്ല. എന്താ കാരണം? ഇന്നാ ജഅൽനാ ഫീ അയ്നാഖിഹിം, അയ്നാഖ് ഉനുഖ് എന്ന് പറഞ്ഞാൽ പെരടി എന്ന്, ഉനുഖ് പെരടി, അതിൻ്റെ ബഹുവചനമാണ് അയ്നാഖ്. അവരുടെ പെരടികളിൽ നാം ഉണ്ടാക്കി വച്ചിരിക്കുന്നു അഗ്ലാലൻ, ചങ്ങലകൾ. ഒരു ഉപമ പറയാണ്, അതായത് ഒരിക്കലും നല്ല വഴിയിലേക്ക് തിരിച്ചു വരാത്ത ആളുകളെ അള്ളാഹു തആല ഉപമിക്കുന്നത് പെരടികളിൽ ചങ്ങലയിട്ട് ആ ചങ്ങല കൊണ്ട് കഴുത്ത് പിന്നെ കയ്യും കെട്ടി, കയ്യിങ്ങനെ ചങ്ങലയും കൂട്ടിക്കെട്ടിയിട്ട് പെരടികളിലേക്ക് കൈ കോർത്തുകൊണ്ട് ചങ്ങല കൂട്ടിക്കെട്ടി മുകളിലേക്ക് മാത്രം നോക്കുന്ന മനുഷ്യന്മാരെയാണ് അള്ളാഹു ഉപമിക്കുന്നത്. അതായത് പഴയ കാലത്ത് തടവുകാരായി കൊണ്ടുപോയിരുന്നത് അങ്ങനെയാണ്, തിരിഞ്ഞു നോക്കാൻ കഴിയില്ല. ചങ്ങലയിട്ട് പെരടിയിലേക്ക് ചങ്ങലയിട്ടിട്ട് കൈ ഈ കഴുത്തിലേക്ക് കൂട്ടിക്കെട്ടി അവർക്ക് മുകളിലേക്ക് നോക്കാനേ കഴിയുള്ളൂ, താഴേക്ക് നോക്കാനും കഴിയില്ല, ഇടത്തും വലത്തും നോക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഈ തടവുകാരായ യുദ്ധത്തിൽ തടവുകാരായ ആളുകളെയും അക്രമികളെയും അവർ പിടിച്ചു കൊണ്ടുപോയി ബന്ധനത്തിലിട്ടിരുന്നത് അങ്ങനെയായിരുന്നു. അതുപോലെ കൈ പെരടിയിലേക്ക് കൂട്ടിക്കെട്ടി ചങ്ങലയിൽ കൂട്ടിക്കെട്ടിയ പോലെയാണ് അവർ എന്ന് പറഞ്ഞാൽ ഓലൊന്നും മനസ്സിലാക്കൂല, തിരിഞ്ഞു നോക്കൂല, ശരി ഏതാണ്, ഇടത്തോട്ടും വലത്തോട്ടും നോക്കൂല, താഴോട്ടും നോക്കാൻ കഴിയില്ല. അവരിങ്ങനെ മോൾക്ക് നോക്കി പോകുന്നു എന്ന് പറഞ്ഞാൽ തെറ്റിൽ ഒരു ദിശയിൽ മാത്രം പോകുന്ന ആളുകളാണ്. അശ്രദ്ധ ഉള്ള ആളുകൾ അങ്ങനെയാണല്ലോ, അവരെന്ത് കണ്ടാലും അവരൊന്നും തിരിഞ്ഞു നോക്കൂല. അവരെ വാപ്പയമ്മയെ മരിച്ചുപോയാൽ കബറിങ്ങൾക്ക് പോവും, അപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് ആൾ കിടക്കുന്നുണ്ട്, ഇതുപോലെ കിടക്കണം എന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടാവില്ല. ബാപ്പാനെ മറവ് ചെയ്ത് പോരും, പിന്നെ ആ പള്ളിയേറ്റ് വരത്തില്ല, പിന്നെ അമ്മ മരിക്കുമ്പോഴേ പോവുള്ളൂ, യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇത് തന്നെയാണ് അശ്രദ്ധരായി ജീവിക്കുന്ന ആളുകൾ. എന്ത് കേട്ടാലും അവർ വിശ്വസിക്കുകയില്ല, എന്ത് കണ്ടാലും അവർ വിശ്വസിക്കുകയില്ല. അവരെ പറ്റിയാണ് ലഖദ് ഹഖ ഇന്നാ ജഅൽനാ ഫീ അയ്നാഖിഹിം, അവരുടെ ഉനുക്കുകളിലേക്ക് നാം വെച്ചിരിക്കുന്നു അഗ്ലാലൻ, ഗുല്ലുകൾ, ചങ്ങലപ്പൂട്ടുകൾ. ഗുല്ല് എന്ന് പറഞ്ഞാൽ ചങ്ങലപ്പൂട്ടുകളാണ്, ചങ്ങലപ്പൂട്ടുകൾ. എന്നിട്ടോ ഫഹിയ, എന്നിട്ട് ആ ചങ്ങലകൾ ഇലൽ അദ്ഖാനി, അവരുടെ പെരടികളിലേക്ക്, താടയല്ല്, ദിഖ്നി എന്ന് പറഞ്ഞാൽ താടയല്ലാണ്, താടയല്ലിലേക്കാണ് ആ ചങ്ങലകൾ പൂട്ടി വെച്ചിട്ടുള്ളത്. ഫഹും മുഖ്മഹൂൻ, അവർ മുകളിലേക്ക് മാത്രം നോക്കുകയാണ്. മുഖ്മഹി എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് മാത്രം നോക്കിക്കൊണ്ടാണ്
അവർ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ മുന്നും പിന്നും, നമ്മൾ പറയുമല്ലോ മുന്നും പിന്നും കഴിയുകയില്ല എന്നർത്ഥം. ഫഹും മുഖ്മഊൻ ഖദ് റുഫിഅത് റൂസുഹും ഇലൽ ഫൗഖീന, ചങ്ങലകൾ ഇലൽ അദ്ഖാനി, താടിയെല്ലുകളിലേക്ക് കൂട്ടിക്കെട്ടിയിരിക്കുന്നു. റാഫിഉ റൂസിഹിം, അവരുടെ തലകൾ ഉയർത്തിക്കൊണ്ടാണ് അവർ നടക്കുന്നത്. മിൻ സിദ്ദത്തിൽ ഗില്ലില്ലദീ ഫി ഐനാഖിഹിം, അവരുടെ പെരടികളിലുള്ള ആ ചങ്ങലപ്പൂട്ടിൻ്റെ കാഠിന്യം കൊണ്ട്. ഫലാ യസ്തതിഊന അൻ യഖ്ഫിളൂഹ, തല താഴ്ത്താൻ അവർക്ക് സാധ്യമല്ല. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. ആ പഴയ കാലത്ത് അങ്ങനെ കൂട്ടിക്കെട്ടിയിരുന്ന ഒരു അനുഭവമാണ് ഖുർആൻ, ആ ഉപമയാണ് പറയുന്നത്. അതുപോലെയാണ് സത്യം മനസ്സിലാക്കൂല. അപ്പം നമുക്കറിയാലോ എന്തെല്ലാം വയലിൽ നമ്മളെ ആളുകൾ കേൾക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ അവർ കാണുന്നുണ്ട്. ആളുകൾ മരിച്ചു പോകുന്നതും ദുരന്തങ്ങളും ബാക്കിയൊക്കെ നല്ല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അവൻ പോണ്ടയിടത്തേക്കല്ലാതെ അവർക്ക് ഒരു മാറ്റവും ജീവിതത്തിലുണ്ടാവുകയില്ല. ഒയ്യറവ് കുല്ല ആയത്തിൻ ലാ യുഅ്മിനൂ ബിഹാ, എന്ത് ആയത്ത് കണ്ടാലും അതിലവർ വിശ്വസിക്കുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകളാണ് സമൂഹത്തിൽ നമ്മൾ അധികവും കാണുന്നത്. ഓല് പോണ്ട വഴിക്കൊക്കെ ഇങ്ങനെ അവർ പോകും. അതാണ് ഫഹും മുഖ്മഊൻ. മുഖ്മഊൻ എന്ന് പറഞ്ഞാൽ തല പൊക്കി നിൽക്കുന്നവരാണവർ, തല മുകളിലേക്ക് പൊക്കി നിൽക്കുന്നവരാണവർ. വജഅൽനാ മിൻ ബൈനി ഐദീഹിം, അവരുടെ മിൻ ബൈനി ഐദീഹിം, മുമ്പിൽ, ബൈന യദൈഹി എന്ന് പറഞ്ഞാൽ മുമ്പിലാണ്, അവരുടെ മുമ്പിൽ നാം ആക്കി വെച്ചിട്ടുണ്ട് സദ്ദൻ, ഒരു തടവ്. സദ് എന്ന് പറഞ്ഞാൽ ഒരു മറ, തടവ്, കെട്ട് എന്നൊക്കെയാണ് അർത്ഥം. സദ്ദിനാണ് നമ്മൾ അണക്കെട്ട് എന്നൊക്കെ പറയുന്നത്, സദ്ദാണ്. അപ്പോൾ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ, അവരുടെ മുമ്പിൽ നമ്മളൊരു കെട്ട് വെച്ചിട്ടുണ്ട്. വമിൻ ഖൽഫിഹിം, അവരുടെ പിന്നിലും ഒരു മതിൽക്കെട്ടുണ്ട്. മുന്നിലും മതിൽക്കെട്ട്, പിന്നിലും മതിൽക്കെട്ട്. എന്നിട്ടോ ഫഅഗ്ശൈനാഹും, അവരെ നാം മൂടിയിരിക്കുന്നു. ഫഹും ലാ യുബ്സിറൂൻ, അവരൊന്നും കാണുകയില്ല. ഇതൊക്കെ ഒരു ഉപമയാണ്. മുന്നിലും കെട്ട്, പിന്നിലും കെട്ട്. പിന്നെ എവിടുന്നാൽ അവർ മുന്നിക്ക് നോക്കിയാലും കാണൂല, പിന്നിക്ക് നോക്കിയാലും കാണൂല. തലയാണെങ്കിൽ മുകളിലേക്കാണ് ചങ്ങലക്കെട്ട് താടിയെല്ലിന് പൂട്ടിയതാണ്. അതുകൊണ്ട് തലകൊണ്ട് തിരിച്ചു നോക്കാനും കഴിയില്ല. ഇതുപോലെ എന്ത് കണ്ടാലും കേട്ടാലും സത്യം കാണാനും തിരിച്ചറിയാനും പറ്റാത്ത വിധത്തിലുള്ള കുറേ ആളുകളെ അവർക്ക് ശിക്ഷയുണ്ട് എന്ന്, അധിക ആളുകൾക്കും ശിക്ഷയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ വാക്ക് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. കുറച്ചാളുകൾ അങ്ങനെയല്ല, മുന്നും പിന്നും നോക്കിയിട്ട് ജീവിക്കുന്നവരുമുണ്ട്. പിന്നെ വസവാഉൻ അലൈഹിം, അവർക്ക് സമമാണ്. സവാ എന്ന് പറഞ്ഞാൽ സമമാണ്. അന്തർത്തഹും, അവരെ താങ്കൾ താക്കീര് നൽകിയാലും സമമാണ്. അം ലം തുന്ദിർഹും, താക്കീര് നൽകിയിട്ടില്ലെങ്കിലും സമമാണ്. ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. അപ്പോൾ ഒരു കൂട്ടർ അങ്ങനെയുണ്ട്. വലിയൊരു വിഭാഗം അക്സറുകൾ, മനുഷ്യരുടെ കൂട്ടത്തിൽ അധിക പേരും അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. താക്കീര് എന്ത് കേട്ടാലും എന്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ കണ്ടാലും അവരൊരിക്കലും വിശ്വസിക്കുകയില്ല. അപ്പോൾ നമ്മളെ മുമ്പിൽ ഇപ്പോൾ നിപ്പ വന്നപ്പോൾ എല്ലാവർക്കും ഭയമായി, പേടിച്ചു, പുറത്തിറങ്ങാൻ പേടിയായി, വള്ളിക്ക് വരാതെയായി, നടക്കാൻ പേടിയായി, മക്കളെ പോലും കയ്യിലെടുക്കാനും ഒന്ന് ചുംബിക്കാനും പേടിയായി, ആകെ കൂടി ബേജാറ്, മരിച്ചിട്ടുണ്ടെങ്കിൽ മറവ് ചെയ്യുന്ന വിഷയത്തിൽ പേടി, അങ്ങനെ ആകെ പേടിച്ച് എറിഞ്ഞു. അതാണ് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ്റെ ജീവിതം പഴയതിനേക്കാളും മോശമായി കുത്തയ്യലുണ്ടായത്. എന്താ കാരണം? മനുഷ്യന് തലയിൽ കാരണമില്ല. എന്ത് ഒയ്യറവ് കുല്ല ആയത്തില്ല യുഅ്മിനു ബിഹാ, എന്ത് ദൃഷ്ടാന്തം കണ്ടാലും ഇതൊക്കെ ഒരു പക്ഷേ അല്ലാഹു തആല നമുക്ക് കാണിച്ചു തരുന്ന ഒരു ദുരന്തമായിരിക്കാം. അതുകൊണ്ടൊന്നും മനുഷ്യൻ്റെ മനസ്സ് ഇളകുന്നില്ല. അങ്ങനത്തെ കുറേ ആളുകളെ അല്ലാഹു തആല സൃഷ്ടിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ള കൽപ്പിച്ചുകൂട്ടി ഉണ്ടാക്കല്ല. നമ്മൾ ഒമാ ദലംനാഹും വലാക്കിൻ കാനൂ അംഫുസഹും യദ്ലിമൂൻ, ഒരു മനുഷ്യന്മാരെ വഴികേടിലാക്കി അവരെ പിഴപ്പിക്കുന്നത് അള്ള നമ്മളെ നിർബന്ധിച്ച് പിഴപ്പിക്കല്ല. ഇതൊക്കെ ഈ ഖളാ ഖദറിൽ വിശ്വസിക്കാത്ത ആളുകളും അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളും പറയും, അള്ള നമ്മളെ പേപ്പിച്ചു, നമ്മളെന്താ ചെയ്യുക, അല്ലാഹു തആല നമ്മളെ പേപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പേച്ചു, അല്ലാഹു തആല നിങ്ങളെ നന്നാക്കിയതുകൊണ്ട് നിങ്ങൾ നന്നായി, അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് പറയും. അങ്ങനെയല്ല, അല്ലാഹു തആല ആരെയും പിഴപ്പിക്കുന്നില്ല.
അള്ളാഹു തആല നമുക്ക് കണ്ണും കാതും ഹൃദയവും തന്നു, തിരിച്ചറിയാനുള്ള വകതിരിവും തന്നു, അമ്പിയാക്കന്മാരെ അയച്ചു, അമ്പിയാക്കന്മാരുടെ സന്ദേശങ്ങൾ ലോകത്തൊക്കെ പ്രചരിപ്പിച്ചു. ഇനി ബുദ്ധി കൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുകയാണെങ്കിലും ആ അമ്പിയാക്കന്മാർ പറയുന്നതാണ് ശരി എന്ന് ബോധ്യപ്പെടാനുള്ള വിശേഷബുദ്ധിയും അല്ലാഹ് നമുക്ക് നൽകി. എന്നിട്ടും നമ്മൾ വഴികേട് സൽമാർഗത്തിലേക്ക് വരുന്നില്ലെങ്കിൽ പിഴവ് അള്ളാഹുവിൻ്റേതല്ല, നമ്മുടേതാണ്. വമാ ലലംനാഹും, നാം അവരെ ആക്രമിക്കുന്നില്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, അവരെ തന്നെയാണ് ആക്രമിക്കുന്നത്. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. അവർ കാര്യം പഠിക്കാൻ തയ്യാറായില്ല, അവർ തിരിഞ്ഞു നോക്കാൻ തയ്യാറായില്ല, ശരിയും തെറ്റും വേർതിരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ അവരെ അല്ലാഹു തആല ചങ്ങല താടയെല്ലിന് പെരടിക്ക് ചങ്ങലയിട്ട് താടയെല്ലിലേക്ക് കയ്യും കൂട്ടി കെട്ടിയിട്ട് മുകളിലേക്ക് മാത്രം നോക്കുന്ന, അതായത് ഒരു ദിശയിലേക്ക് മാത്രം നോക്കി, മുന്നിലും വലിയ മതിൽക്കെട്ട് പിന്നിലും മതിൽക്കെട്ട്, വിശ്വസിക്കുന്നുമില്ല, കാണുന്നുമില്ല, കേൾക്കുന്നില്ല, അങ്ങനെ ഒരു വിഭാഗമാക്കി അല്ലാഹു തആല ശപിച്ചു. വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ജഹന്നമിന് വേണ്ടി നാം ഒരുക്കി വെച്ചിട്ടുണ്ട് ധാരാളം ജിന്നുകളെയും ഇൻസുകളെയും. ആ ധാരാളത്തിൽ നമ്മൾ പെടാഞ്ഞാൽ മതി, അതേ നമുക്കുള്ളൂ. ആ ധാരാളം എന്ന് പറയുന്ന കൂട്ടത്തിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെ കൂടെ നമ്മൾ പെടാതിരിക്കുക, നമ്മളൊന്ന് വേറിട്ട് ജീവിക്കുക. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ആ ധാരാളം ആളുകൾക്ക്, അധികം ആളുകൾക്കും ഹൃദയമുണ്ട്, ചിന്തിക്കുന്നില്ല. വലഹും അയ്യുനുൻ ലാ യബ്സുറൂന ബിഹാ, കണ്ണുണ്ട്, കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, കാതുണ്ട്, കേൾക്കുന്നില്ല. ഉലായിക കൽ അൻആം, അവർ മാടുകളെ പോലെയാണ്. ബല്ലും അളൽ, അവരെക്കാളും മോശമാണ്. മാടുകൾ ഒരു താക്കീത് അടി കിട്ടും എന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ആരെങ്കിലും കല്ലെടുത്തെറിയാൻ വേണ്ടി കുമ്പിട്ട് നിലത്ത് നിന്ന് കല്ലെടുക്കുന്നുണ്ടെങ്കിലും കണ്ടാൽ ഓടും മാടുകൾ. അല്ലാഹു തആലാൻ്റെ എന്ത് താക്കീത് കണ്ടാലും നമ്മൾ നന്മ ചെയ്യാൻ തയ്യാറല്ല, തിന്മയിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും തയ്യാറല്ല. അതുകൊണ്ട് മാടുകളെക്കാളും മോശമായ, ചിന്തിക്കാത്ത, കേൾക്കാത്ത, കാണാത്ത ഒരു വിഭാഗം നാം ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞത് അള്ളാഹ് കൽപ്പിച്ചിട്ട് ഉണ്ടാക്കിയതല്ല, നമ്മളെ അങ്ങനെയാക്കി മാറ്റി. അതാണ് ഫഹും ലാ യുഅ്മിനൂൻ സവാഉൻ അലൈഹിം അഅൻദർതഹും, അവരെ നീ താക്കീര് നൽകിയാലും സമമാണ്, അം ലം തുൻദിർഹും, താക്കീര് നൽകിയിട്ടില്ലെങ്കിലും സമമാണ്, ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുകയില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? നമുക്ക് ഏതെങ്കിലും ഖുർആൻ്റെ ഒരു ആയത്ത് ഓതുമ്പോൾ ഒരു താക്കീത് കിട്ടി, നമ്മളെ സ്വഭാവത്തിൻ്റെ ദൂഷ്യം നമ്മൾ എവിടെന്നെങ്കിലും പഠിച്ചു, നമ്മളാരെങ്കിലും ഉപദേശിച്ചു, നമ്മളൊരു ഖുതുബ കേട്ടു, ഒരു വയല് കേട്ടു, അതിൽ ഇന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കി, എന്നിട്ടും നമ്മൾ പഴയ കാര്യത്തിലേക്ക്, തെറ്റിൽ നിന്ന് മാറി നിൽക്കാതെ നമ്മളെ പഴയ ജീവിതത്തിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ അവൻ ഈ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. സവാഉൻ അലൈഹിം അൻദർതഹും, താക്കീർ നൽകിയാലും സമമാണ്, അംലം തുൻദിറും, താക്കീർ നൽകിയിട്ടില്ലെങ്കിലും സമമാണ്. ഓല് വിശ്വസിക്കാൻ പോകുന്നില്ല, ഓലിങ്ങനെ വരും, പള്ളിയിൽ വരും, ജുമാ കേൾക്കും, കുത്തുബ കേൾക്കും, എന്നിട്ടോ ഓലാണ് പോവും. നല്ല കുത്തുബയാണ്, നല്ല കൂറ്റാണ്, അല്ലെങ്കിൽ നല്ല ശൈലിയാണെന്നും പറഞ്ഞവരാണ് പോവും. ഓല ജീവിതത്തിൽ അത് മാറൂല. വയല് കേൾക്കും, അവരുടെ ജീവിതത്തിൽ അത് മാറ്റം വരൂല. കാര്യങ്ങൾ പഠിക്കും, അവരുടെ ജീവിതത്തിൽ അവർ മാറ്റം വരൂല. ഉമ്മയും ബാപ്പയും ഉസ്താദുമാരൊക്കെ അവർക്ക് നല്ലോണം പറഞ്ഞു കൊടുക്കും, അവർ മാറൂല. എന്താ? സമമാണ്, രണ്ടും സമമാണ്, അവർക്കൊരു മാറ്റം വരൂല. അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ താക്കീര് നൽകാനാണ് ഈ ഖുർആൻ അല്ലാഹു തആല ഇറക്കിയത്. ഇന്നമാ തുൻദിറു, അപ്പോൾ നബിക്കൊരു സമാധാനം നൽകുകയാണ്. എത്രയോ പറഞ്ഞിട്ടും, നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം പറഞ്ഞിട്ടും ഒരു മാറ്റം വന്നില്ലല്ലോ. ഏതാനും ആളുകൾക്കല്ലേ മാറ്റം വന്നുള്ളൂ. അതുപോലെ നിങ്ങൾ മുഹമ്മദ് നബിയെ എന്ത് പറഞ്ഞാലും മാറൂല ഇവർ, അത് നിങ്ങൾ പേടിക്കും വേണ്ട. അങ്ങനെ തന്നെയാണ് മനുഷ്യന്മാരുടെ സ്വഭാവം. പിന്നെ ഇന്നമാ തുൻദിറു, താങ്കൾ താക്കീര് നൽകണം. മനിത്തബഅ ദിക്റ, അള്ളാഹുവിൻ്റെ സ്മരണയെ അല്ലെങ്കിൽ ഉത്ബോധനത്തെ പിന്തുടർന്നവർക്കാണ് താങ്കൾ താക്കീര് നൽകേണ്ടത്. അത് പിന്തുടർന്ന് ജീവിക്കുക എന്ന് പറഞ്ഞാൽ കേട്ടതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ മനസ്സുള്ള ആളുകൾക്ക് താക്കീര് നൽകിയാൽ ബോധ്യപ്പെടും. പഠിച്ചവനെ എന്തെങ്കിലും കേട്ട് മനസ്സിലാക്കി പഠിക്കണമല്ലോ, അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരണമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ജുമാക്ക് വന്ന് ആ ഖുതുബ കേട്ടാൽ മാറ്റം വരും.
അല്ലെങ്കിൽ വയല് കേട്ടാൽ മാറ്റം വരും. ആ ചിന്തയോടുകൂടി ഖുർആൻ ഓതി നമ്മളതിൻ്റെ ആശയം മനസ്സിലാക്കിയാൽ മാറ്റം വരും. അങ്ങനെ ഒരു ചിന്ത ഇല്ല. ഇതൊരു റൊട്ടീനായിട്ട് ഇങ്ങനെ ഒരു പതിവ് പരിപാടിയായിട്ട് ഇതൊക്കെ കേട്ടാൽ അവർക്ക് ഒരു മാറ്റവുമില്ല. ഉലായിക കൽ അൻആമി ബൽഹും അളൽ, മാടുകളെപ്പോലെയാണ് എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ഇന്നമാ തുന്തിറു, തീർച്ചയായും താങ്കൾ താക്കീര് നൽകുന്നു. മനിത്തബഅ ദിക്റ, ദിക്ർ അദ്ദിക്ർ എന്ന് പറഞ്ഞാൽ ഈ ഉത്ബോധനം പിമ്പറ്റിയ ആളുകൾക്കാണ് താങ്കൾ താക്കീത് നൽകുന്നത് എന്ന് പറഞ്ഞാൽ ആ താക്കീത് ഉപകരിക്കുന്നത് അവർക്കാണ്. മനിത്തബഅ ദിക്റ. പിന്നെ വഖശിയർ റഹ്മാന, റഹ്മാനായ പരമകാരുണികനായ അള്ളാഹുവിനെ ഭയപ്പെട്ടവരെയുമാണ് താങ്കൾ താക്കീത് നൽകേണ്ടത്. ബിൽ ഗൈബി, അദൃശ്യമായ മാർഗത്തിൽ റഹ്മാനിനെ ഭയപ്പെട്ടവർ. നമ്മളൊക്കെ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് എന്താ? അള്ളാഹുവിൻ്റെ നരകം കിട്ടും, അള്ളാഹുവിൻ്റെ കോപം കിട്ടും, ശിക്ഷ കിട്ടും. എന്നിട്ടാണല്ലോ ഈ ശിക്ഷ നമ്മൾ കണ്ടിട്ടില്ല, നരകം കണ്ടിട്ടില്ല, അള്ളാഹു ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ല. പക്ഷേ അതൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ് തന്നതുകൊണ്ട് അതൊക്കെ ഉണ്ടാകും എന്ന ഉറപ്പ് കൊണ്ടാണ് നമ്മുടെ മനസ്സിൽ ഗൈബിയായിട്ടാണ് നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നത്. അതാണ് മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബി, അദൃശ്യമായ മാർഗത്തിൽ റഹ്മാനായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന. മനിത്തബഅ ദിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബി, അദൃശ്യമായ മാർഗത്തിൽ റഹ്മാനിനെ ഭയപ്പെടുന്നവരെയുമാണ് താങ്കൾ താക്കീത് നൽകുക. ഫബശ്ശിറുഹു, അവർക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. ബിമഗ്ഫിറത്തിൻ, പാപമോചനം കൊണ്ട്. വ അജ്രിൻ കരീം, നല്ല മാന്യമായ പ്രതിഫലവും ഉണ്ടെന്ന് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അപ്പോൾ ഖുർആനിൽ സൂറത്ത് ബഖറയിൻ്റെ തുടക്കം അതല്ലേ? എന്താണ്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഈ വേദഗ്രന്ഥം സന്മാർഗമാണ്. ആർക്ക്? മുത്തഖീങ്ങളായ ആളുകൾക്ക്. മുത്തഖീങ്ങൾ, അള്ളാഹുവിനെ മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ പഠിച്ചവൻ്റെ മാർഗം സൂക്ഷിച്ച് ജീവിക്കണമല്ലോ എന്ന മനസ്സുള്ള ആളുകൾക്ക് ഖുർആൻ ഒരുപാട് വെളിച്ചം കാണിക്കും. എന്നാൽ മനസ്സ് അടഞ്ഞു കിടക്കുന്ന വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ, മുന്നിലും വലിയ മറ പിന്നിലും വലിയ മറ, അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ഖുർആൻ വഴി കാണിക്കൂല. അവരെത്ര ഖുർആൻ ഓതിയാലും ഖുർആൻ കേട്ടാലും അവരവരെ മാർഗത്തിലേ നടക്കുകയുള്ളൂ. എത്രയോ ആളുകളുണ്ടല്ലോ ഖുർആൻ പഠിച്ച ആളുകൾ, ഹറാമും ഹലാലും മനസ്സിലാക്കിയ ആളുകൾ, അവർക്കൊരു മാറ്റമില്ല ജീവിതത്തിൽ. ഇന്ന് അതൊക്കെ പഠിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഒന്നും പഠിക്കാത്ത സാധാരണക്കാരായ ആളുകൾ, സൂറത്തുൽ ഫാത്തിഹ പോലും അതിൻ്റെ കൃത്യമായ അർത്ഥം അറിയാത്ത ആളുകൾ, അവരൊരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ കേട്ടാൽ മതി, ഒരേ ഇത് മാറിക്കും. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ മതി, അവർ മാറിക്കും. കാരണം എന്താ? തഖ്വ എന്ന് പറയുന്നത് അത് മറ്റൊരു കാര്യമാണ്. ആ തഖ്വ ഉണ്ടാവാൻ ഇൽമും അറിവും ആവശ്യമാണ് എന്ന് മാത്രം. തഖ്വ മറ്റൊന്നാണ്. അതുകൊണ്ടാണ് മനിത്തബഅ ദിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബി, അദൃശ്യമായ മാർഗത്തിൽ കൂടി റഹ്മാനായ പരമകാരുണികനായ അള്ളാഹുവിനെ ഭയപ്പെട്ടവൻ. ഇതിലും കൂടി ഒരു വാക്ക് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അള്ളാഹുവിനെ, പരമകാരുണികനായ അള്ളാഹുവിനെ ഭയപ്പെട്ടവൻ. അള്ളാഹുവിനെ പേടിച്ച് നിർബന്ധിതാവസ്ഥയിൽ ചെയ്യല്ല, അള്ളാഹുവിൻ്റെ കാരുണ്യം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ അമൽ ചെയ്യേണ്ടത് എന്ന്. നമ്മൾ ഏതൊരു അമലും ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ കാരുണ്യം ആഗ്രഹിച്ചുകൊണ്ടാണ്. ആ പ്രതീക്ഷയാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ഹുസ്നുൽ ളന്നു ബില്ലാ, അള്ളാഹുവിനെ പറ്റിയുള്ള സൽവിചാരം. അങ്ങനെ കരുണാനിധിയായ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ കാരുണ്യം കിട്ടുകയില്ലല്ലോ, അഥവാ തെറ്റിപ്പോയാലും അവൻ അങ്ങനെ ശിക്ഷിക്കുന്നവനല്ല, എങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്തും. അങ്ങനെ ആ കാരുണ്യബോധത്തോടുകൂടി അദൃശ്യമായ മാർഗത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടവൻ, അവർക്ക് മഗ്ഫിറത്തുണ്ട്, അസ്റും കരീമുമുണ്ട്, മാന്യമായ പ്രതിഫലമുണ്ട്. ഇന്നാ നഹ്നു നുഹ്യി, ഇന്നാ നഹ്നു, തീർച്ചയായും നാം അത് അല്ലാഹ് പറയാ, നുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കും. വനക്തുബു, നാം എഴുതി വെക്കുന്നുണ്ട്, മാ ഖദ്ദമു, അവർ മുൻകൂട്ടി ചെയ്തത്, വ ആസാറുഹും, ആ ചെയ്തതിൻ്റെ അസറുകളും അതിൻ്റെ ബാക്കിയിരിപ്പുകളും. ആസാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിയിരിപ്പുകൾ. അതെന്താ? നമ്മൾ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങളുടെ
ആസാറുകൾ. ഇപ്പോൾ ഇവിടെ ഒരു പള്ളി ഇവിടെ ഉണ്ടായി, അല്ലെങ്കിൽ ഒരുപാട് പള്ളികളുണ്ട്. ഈ പള്ളികളൊക്കെ ആരാ ഉണ്ടാക്കിയത്? നമ്മൾ നിസ്കരിക്കുന്ന നമ്മളാവൂല ഉണ്ടാക്കിയത്. ഇതിന് നമ്മളെ ബാപ്പമാരോ വല്യാപ്പമാരോ ഉണ്ടായിരിക്കും. നമ്മളെ മഹല്ല് പള്ളി ആരാ ഉണ്ടാക്കി നമുക്കറിയില്ല. വല്യാപ്പാൻ്റെ കാലത്ത് ഇന്നാൾ ഇത്ര വഖഫ് ചെയ്തു, ഇന്നാൾ ഇത്ര സംഖ്യ കൊടുത്തു, അങ്ങനെ ഉണ്ടാക്കിയതാണ്. അത് അവരുടെ ആസാറുകളാണ്. ആ പള്ളി നിലനിൽക്കുന്ന കാലത്തോളം ആ പള്ളി അവരുടെ അടയാളങ്ങളാണ്. അവർ ജീവിച്ചിരിക്കുന്നു, അവർ സൽക്കർമ്മം ചെയ്തതിൻ്റെ ആസാറുകളാണ്. ആ ആസാറുകൾ അള്ളാഹു എഴുതി വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ ആസാറിന് അവർക്ക് പ്രതിഫലം കിട്ടും. അതാണ് സദഖത്തുൻ ജാരിയ എന്ന് പറയുന്നത്. സദഖത്തുൻ ജാരിയ. നമ്മുടെ മക്കൾ നേരായ മാർഗത്തിൽ, ഇപ്പം നമ്മളൊക്കെ നമ്മളെ പിതാക്കളെ മക്കളാണ്, നമ്മളെ പിതാക്കന്മാരുടെ ആസാറുകളാണ്. അവർ ബാക്കി വെച്ച കാര്യങ്ങളാണ് നമ്മൾക്ക് പള്ളിയും ദീനും ഖുർആനൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ വാപ്പാന്മാർ ബാക്കി വെച്ചതാണ്. അതിൻ്റെ പ്രതിഫലം അവർക്കും ഉണ്ടായിരിക്കും. നമ്മളിങ്ങനെയൊക്കെ ഇരിക്കുന്നതിൻ്റെ പ്രതിഫലം നമ്മളെ ഉപ്പാക്കും ഉമ്മാക്കും, അവരെത്ര മോശക്കാരായിരുന്നാലും ഇതിൻ്റെ പ്രതിഫലമൊക്കെ കിട്ടിയിട്ടെങ്കിലും അവർ രക്ഷപ്പെടാതിരിക്കില്ല. അപ്പോൾ ആസാറുകളാണ് മക്കൾ. സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സദഖ, അതാണ് പള്ളിയും മദ്രസയും. അതുപോലെ വല്ല കിണർ കുഴിച്ചു കൊടുത്തു, വീട് ഉണ്ടാക്കി കൊടുത്തു, അതുപോലെ നല്ല വഴി വെച്ച് കൊടുത്തു, ഏതെങ്കിലും വഖഫുകൾ ചെയ്തു കൊടുത്തു, അതൊക്കെ ആസാറുകളാണ്. വഖഫുകളൊക്കെ ആസാറുകളാണ്. അതൊക്കെ നാം എഴുതി വെക്കും. നല്ല കാര്യത്തിനൊക്കെ നിലനിൽക്കുന്ന സംഭാവനകളാണ് സദഖത്തുൻ ജാരിയാറുള്ളത്. മറ്റൊന്ന് ഇൽമുൻ യുൻതഫഉ ബിഹി, നമ്മൾ മരിച്ചാലും നിലനിൽക്കുന്നതാണ്. നമ്മൾ ആർക്കെങ്കിലും നല്ലത് പഠിപ്പിച്ചു കൊടുത്തു, ആ പഠിച്ചതനുസരിച്ച് ഓൻ ജീവിക്കുന്നുണ്ട്. അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മുസ്ലിം ആയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യാലാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആദ്യമായി വിശ്വസിച്ചു. പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് പറഞ്ഞു, ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ട്, ഈ ദീനാണ് ശരി, നമ്മളെ ഈ വിമാരാധനയൊന്നും ശരിയല്ല. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത ബന്ധുവായിരുന്നു സുബൈർ ഇബ്നുൽ അവ്വാം. അദ്ദേഹം വിശ്വസിച്ചു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈക്കാണ് വിശ്വസിച്ചത്. അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈക്കാണ് വിശ്വസിച്ചത്. ഈ നാലാളും അശറത്തുൽ മുബശ്ശരീന ബിൽ ജന്ന, അല്ലാഹു തആല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ ആ പ്രതിഫലം, ആസാറുകൾ എത്രയാണെന്ന് ആലോചിച്ച് നോക്കി. അവരുടെയൊക്കെ ആസാർ, അവർ ജീവിതകാലത്ത് ചെയ്തു വെച്ച നന്മയുടെ നീക്കിയിരിപ്പുകൾ, അതാണ് ആസാർ എന്ന് പറഞ്ഞത്. ആസാർ എന്ന് പറഞ്ഞാൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്നാണ് ആസാറിന് ഇംഗ്ലീഷിൽ പറയാം. ആസാർ ഇപ്പോൾ ചെങ്കോട്ടയും കുത്തുബ് മീനാറൊക്കെ മുഗളന്മാരുടെ ആസാറുകളാണ് എന്ന് പറഞ്ഞാൽ അവരിവിടെ ഭരണം നടത്തി ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ്. അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനും സഅദ് ഇബ്നു അബീ വഖാസും പിന്നെ തൽഹത്ത് റളിയല്ലാഹു അൻഹും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫൊക്കെ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 കൂട്ടത്തിൽ ഈ 4 പേരും അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രബോധനം ചെയ്തിട്ട് വിശ്വസിച്ചവരാണ്. അമർ ഇബ്നു ഫുഹൈറത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഖേന വിശ്വസിച്ചവരാണ്. അപ്പം അങ്ങനെ നമ്മൾ മുഖേന ഒരാൾക്ക് നന്മ കിട്ടിയാൽ അത് നമ്മുടെ ആസാറുകളാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ ഈ ദഅവത്ത്, നമ്മൾ മതപ്രബോധനം ചെയ്ത് ജനങ്ങളെ ഹിദായത്തിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ദഅവാ പ്രവർത്തനങ്ങൾ എത്രമാത്രം ഉപകാരപ്രദമായ ആസാറുകളാണ്. അപ്പം ചെറിയതും വലിയതുമായ ആസാറുകൾ അല്ലാഹു തആല എഴുതി വെക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മൻകാന, എന്നാൽ ആസാറ് നല്ലതും ചീത്തയും ഉണ്ട് കേട്ടോ, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ആസാറിനെ പറ്റി ഖുർആൻ തഫ്സീറുകളിൽ പറയുന്നത് 2 ആസാറുൽ ഖൈറും ആസാറു ഷെറുണ്ട്. അതൊക്കെ അതിനാണ്. മൻ സന്ന സുന്നത്തൻ ഹസനത്തൻ, ഒരു നല്ല നടപടി ഒരാൾ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചാൽ ഫലഹു ഖൈറുഹ, അതിൻ്റെ അജ്റുഹ, അതിൻ്റെ പ്രതിഫലം അയാൾക്ക് കിട്ടും. വ അജ്റു മൻ അമില ബിഹാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ആ കാര്യം പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലവും അവർക്ക് കിട്ടുന്നു. അപ്പം നമ്മൾ എന്ത് തരത്തിലുള്ള ഒരു നന്മ, അത് ഒരു കിണറുണ്ടാക്കി കൊടുത്തു, ഖിയാമം വരെ ആ കിണറിന്ന് ആൾ വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ബീർ റൂമൊക്കെ
ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഖഫ് ചെയ്തത് അതുകൊണ്ടാണ്. നമ്മളൊരു വഖഫ് കൊടുത്തു, ആ വഖഫ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടും, ഖിയാമത്ത് നാൾ വരെ കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് സുന്നത്തുൻ ഹസനത്ത്. എന്നാലോ വമൻ സന്ന സുന്നത്തൻ സയ്യിഅത്തൻ, ഒരു ചീത്ത നടപടി ഒരാൾ ഇവിടെ ഉണ്ടാക്കി വെച്ചു, ഫലഹു വിസ്റുഹ, അതിൻ്റെ കുറ്റം അവന് കിട്ടും. വ വിസ്റുമൻ അമില ബിഹാ ഇലാ യൗമിൽ ഖിയാമ, അത് പ്രവർത്തിക്കുന്നവൻ ഖിയാമം വരെ അവൻ തുടങ്ങി വെച്ച കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കുറ്റവും കിട്ടും. അപ്പോൾ ആസാറ് നന്മയും ചീത്തയും ഉണ്ട്. നമ്മളൊരു തോന്നിവാസത്തിന് വേണ്ടി ഒരു ക്ലബ്ബ് ഉണ്ടാക്കി കൊടുത്തു, ആ ക്ലബ്ബ് ഉണ്ടാക്കി കൊടുത്ത ആ ക്ലബ്ബിൽ മോശപ്പെട്ട കാര്യങ്ങൾ ഖിയാമം വരെ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റം നമുക്കുണ്ട്. അതേ അവസരത്തിൽ ഒരു മസ്ജിദോ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവനൊരു വീടുണ്ടാക്കി കൊടുത്തു, അതിൻ്റെ കൂലി നമുക്ക് കിട്ടും. അപ്പോൾ ആസാറുകൾ വളരെ കൂടുതൽ നന്മയും ചിന്മയും, സക്കാത്ത്, മസ്ജിദ്, പിന്നെ സക്കാത്തുകൾ, ദാനധർമ്മങ്ങൾ എല്ലാം ആസാറുകളാണ്. നമ്മളൊരു ബുക്ക്, നല്ലൊരു ബുക്ക് എഴുതി എന്നിട്ട് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു, അത് വായിച്ച് നല്ല കാര്യം മനസ്സിലാക്കുന്നവർക്ക് അതിൻ്റെ ആസാറുണ്ട്. എല്ലാത്തിനും ആസാറുകളുണ്ട്. അതാണ് ഫലഹു വനക്തുബുമാ ഖദ്ദമു, അവർ മുൻകൂട്ടി ചെയ്തു വെച്ചത് നാം രേഖപ്പെടുത്തുന്നുണ്ട്. വ ആസാറുഹും, അവരുടെ അടയാളപ്പെടുത്തലുകളും അല്ലെങ്കിൽ അവർ ബാക്കി വെച്ചതും. വൽ ബാഖിയാത്തു സ്സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല, ബാക്കി വെച്ച വല്ലതും ഉണ്ടെങ്കിൽ അതാണ് പ്രതീക്ഷയുള്ളത്, അതാണ് കൂടുതൽ പ്രതിഫലമുള്ളത് എന്ന് ഖുർആൻ അൽ കഹ്ഫിൽ കാണാം. ബാക്കിയാത്തു സ്സാലിഹാത്ത്, നല്ലത് വല്ലതും ബാക്കി വെച്ചുക. അപ്പോൾ നമ്മളെ മക്കളെ നല്ല മക്കളാക്കി ബാക്കി വെച്ച് പോയാൽ ആ മക്കളുടെ നന്മ നമുക്ക് കിട്ടും. നമ്മളെ വീട്ടിൽ നല്ലൊരു ചര്യ, എല്ലാ ദിവസവും സുബഹിസ്കരിച്ചിട്ട് കുറച്ച് ഓതണം, എല്ലാവരും ഓതണം, അതൊരു ചര്യയാക്കി വെച്ചാൽ അത് വല്യാപ്പാൻ്റെ കാലം മുതൽ നമ്മൾ അങ്ങനെയാണ്. ഇവിടെ അങ്ങനെ നോക്കാം. നേരെ മറിച്ച് നമ്മൾ വീട്ടിൽ ടി വി ഇട്ടിട്ട് എല്ലാ ദിവസവും അതിങ്ങനെ ഇട്ട് അതിൻ്റെ സിനിമയും കാണുകയാണെങ്കിൽ നമ്മൾ മരിച്ചു പോയാലും വാപ്പുള്ള കാലത്ത് തന്നെ ഞങ്ങളത് കാണുന്നുണ്ട്. അതങ്ങനെ ആസാറ് അതവിടെ നിലനിൽക്കും. ആ ആസാറിൻ്റെ കുറ്റവും നമുക്ക് കിട്ടും, നന്മയും കിട്ടും. അപ്പോൾ നമ്മളെന്തെങ്കിലും ബാക്കി വെച്ച് പോകണം. ഇവിടെ എന്തെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും ഒരാൾക്ക് നല്ല കാര്യം പഠിപ്പിച്ചു കൊടുത്തു, അതനുസരിച്ച് അയാൾ ജീവിക്കുന്നുണ്ട്, അത് നമ്മുടെ ആസാറാണ്. അയാൾ എന്നെക്കൊണ്ടാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖിന് പറയാം, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 4 പേര് എന്നെക്കൊണ്ടാണ് മുസ്ലിമീങ്ങളായി ജീവിച്ചത്. ആസാറല്ലേ? അങ്ങനെ എത്ര ആസാറുകൾ നമുക്ക് കിട്ടും. അതാണ് വനക്കത്തുബു മാ ഖദ്ദമു വ ആസാറഹും, അവർ മുൻകൂട്ടി ചെയ്തു വെച്ചതും അവരുടെ ബാക്കിയിരിപ്പുകളും നാം രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതൊക്കെ അവിടെ കിട്ടും. വകുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും അഹ്സൈനാഹു, നാം ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. ഫി ഇമാമി മുബീൻ, വ്യക്തമായ രേഖയിൽ. ഇമാമ് എന്നാൽ നമ്മളെ പള്ളിയിലെ ഇമാമുണ്ട്, രാജ്യത്തിൻ്റെ നേതാവിന് ഇമാമ് എന്നുണ്ട്. ഇവിടെ ഇമാമ് എന്ന് പറഞ്ഞാൽ ഒരു രേഖ, ഒരു മദർ കോഡ് എന്ന് പറയാലോ, ഒരു വ്യക്തമായ രേഖ, അതിൻ്റെ മാതൃരേഖ, അതിനാണ് ഇമാമ് എന്ന് പറയാം. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫി ഇമാമി മുബീൻ. ഉമ്മുൽ കിതാബിൽ, അതായത് എല്ലാ കാര്യത്തിൻ്റെയും ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ, നിൻ്റെ കിതാബ് നീ തന്നെ വായിച്ചു നോക്കുക, നീ തന്നെ കണക്ക് കൂട്ടിക്കാൻ ഈ കിതാബ് മതി എന്ന് പറയുന്ന ഒരു രേഖയുണ്ട്. ആ രേഖയിൽ എല്ലാം അല്ലാഹു തആല ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, അതിൽ ക്ലിപ്തപ്പെടുത്തി വെക്കാതെ ഉണ്ടാവില്ല. അപ്പം അതൊക്കെ അതിലുണ്ട്. ഇത്രയും കാര്യം മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ നിത്യമായി അനുഷ്ഠിക്കേണ്ട ഓർമ്മപ്പെടുത്തലുകളാണ് സൂറത്ത് യാസീൻ്റെ ഇത്രയും കാര്യങ്ങളുള്ളത്. അടുത്ത ആയത്ത് മുതൽ ഒരു ഉപമയിലേക്കാണ് കടക്കുന്നത്. അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഉപമ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.